നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ക്ലാസ് 9ലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ കോർഡിനേറ്റ് സിസ്റ്റം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് നൽകിയത്. കോർഡിനേറ്റ് സിസ്റ്റം എന്താണ്, അതുപോലെ XY പ്ലെയിൻ വരച്ചിട്ടുണ്ടായിരുന്നു. XY പ്ലെയിൻ്റെ മറ്റൊരു പേരാണ് കാർട്ടീഷ്യൻ പ്ലെയിൻ, അതുപോലെ കോർഡിനേറ്റ് പ്ലെയിൻ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഈ വീഡിയോയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. എക്സസൈസ് സെറ്റ് 1.1 ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഫിഗർ 1.3 ഷോസ് റയാൻസ് റൂം ആണ് തന്നിട്ടുള്ളത് വിത്ത് പോയിന്റ്സ് OABC മാർക്കിംഗ് ഇറ്റ്സ് കോർണർ. ആ റൂമിന്റെ കോർണർ തന്നിട്ടുണ്ട് OABC. ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ് കോർണർ വന്നിട്ടുള്ളത് OABC. ദ X ആൻഡ് Y ആക്സസ് ആർ മാർക്ക്ഡ് ഇൻ ദ ഫിഗർ. പോയിന്റ് O ഈസ് ദ ഒറിജിൻ. ദെൻ ഇതാണ് ഫിഗർ. X axis and Y axis. XY പ്ലെയിൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്വാഡ്രന്റ് നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. 4 ക്വാഡ്രന്റ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ് ആൻഡ് തേർഡ്, ഫോർത്ത്. ഇത്രയുമാണ് 4 ക്വാഡ്രന്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഈ റയാൻസ് റൂമിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ടുള്ളത്. റയാൻസ് റൂമിൻ്റെ ഔട്ട്ലൈൻ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരച്ചിട്ടുള്ളത്. എക്സ് ആക്സിസിലാണ് അതിൻ്റെ വാളിൻ്റെ ഒരു സൈഡ് വരുന്നത്. അതുപോലെ തന്നെ Y ആക്സിസിലും വരുന്നുണ്ട്. ഇവിടെ റൈറ്റ് വാൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് വാൾ എവിടെയാണ് വരുന്നത്? Y ആക്സിസിലാണ്. ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് വാൾ Y ആക്സിസിലാണ് വരുന്നത്. അതുപോലെ ഒറിജിൻ അതിൻ്റെ കോർഡിനേറ്റ് 0 0. ദെൻ ഫസ്റ്റ് കോർണറായിട്ട് O എടുക്കാം. സെക്കൻഡ് കോർണറായിട്ട് വരുന്നത് A ആണ്. OA. അതിൻ്റെ കോർഡിനേറ്റ് കൊടുത്തിട്ടുണ്ട് 12 ആൻഡ് 0. ദെൻ അടുത്ത കോർണറാണ് ബിയുടെ കോർഡിനേറ്റ് ആണ് 12 ആൻഡ് 10. ദെൻ ഫോർത്ത് കോർണറായിട്ട് വരുന്നത് C ആണ്, 0 ആൻഡ് 10. ഇത്രയുമാണ് ഇതിൽ തന്നിട്ടുള്ളത്. കൂടാതെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ബെഡിന്റെ ലെങ്ത്തും ബെഡിന്റെ കോർണർ തന്നിട്ടുണ്ട്. S1 S2 S3 S4. ദെൻ എക്സ് ആക്സിസിൽ തന്നിട്ടുള്ളത് വിൻഡോ ആണ്. വിൻഡോ W1 W2 W3 W4 കോർണർ ആണ്. അപ്പോൾ എക്സ് ആക്സിസിലാണ് വിൻഡോ വന്നിട്ടുള്ളത്. അതിൻ്റെ വിഡ്ത്ത് ഇതിനെ ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. W1 W2 ആണ് വിഡ്ത്തായിട്ട് വരുന്നത്. W1ഉം W2 ആണ്. ദെൻ ഡോറാണ്, ഈ റൂമിൻ്റെ ഡോറാണ്. എൻട്രി തന്നിട്ടുണ്ട് D1 R1 ആണ് ഡോറായിട്ട് തന്നിട്ടുള്ളത്. ഇത്രയുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ വായിക്കാം. എന്തൊക്കെയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if D1 R1 represents the door to Ryan's room. D1 R1 represent the door to Ryan's room. How far is the door from the left wall? Left wall, that is Y axis. Y axisലാണ് ലെഫ്റ്റ് വാൾ വരുന്നത്. അത് തന്നെയാണ് Y axis ആയി കൊടുത്തിട്ടുള്ളത്. So how far the door from the left wall? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ഡോർ നിൽക്കുന്നത് എന്നും കൂടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. If D1 R1 represents the door to Ryan's room. D1 R1 എവിടെയാണുള്ളത്? എക്സ് ആക്സിസിലാണ് D1 R1 ഉള്ളത്. D1 R1 ഇതാണ് D1 R1. അപ്പോൾ if D1 R1 represents Ryan's room's door ആണ്, റൂമിൻ്റെ ഡോർ ആണ് D1 R1. Then how far is the door from left wall? ലെഫ്റ്റ് വാളിൽ നിന്നും
എത്ര ദൂരത്തിലാണ് ഈ ഡോർ നിൽക്കുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ലെഫ്റ്റ് വാൾ വൈ ആക്സിസ് ആണ്, അതായത് വൈ ആക്സിസ്. ലെഫ്റ്റ് ഡോർ നിൽക്കുന്നത് എക്സ് ആക്സിസിലാണ്. അപ്പോൾ ഡോർ എത്ര ദൂരം ഡിസ്റ്റൻസ് ആണ് വൈ ആക്സിസിൽ നിന്നും ലെഫ്റ്റ് വാളിൽ നിന്നും ഈ ഡോർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾക്ക് വൈ ആക്സിസിലേക്ക് നോക്കാം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇതാണ് T1. ഈ കോർണറിൽ നിന്നുമാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. സോ വൈ ആക്സിസ് O എന്നുള്ള പോയിന്റിൽ O എന്നുള്ള ഒറിജിനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൈ ആക്സിസ് ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ്, 5, 6, 7, 8 യൂണിറ്റിലാണ് D1, അതായത് ഡോർ നിൽക്കുന്നത് 8 യൂണിറ്റ് ഡിസ്റ്റൻസിലാണ് എന്നത്. അതായത് ഡിസ്റ്റൻസ് ഓഫ് ഡോർ ഫ്രം ലെഫ്റ്റ് വാൾ ഈസ് 8 യൂണിറ്റ്, അതായത് 8 ഫീറ്റ് ആയിട്ട് എടുക്കാം, 8 ഫീറ്റ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ എക്സ് ആക്സിസ്? എക്സ് ആക്സിസിൽ നിന്നും എത്ര ദൂരത്തിലാണ് ഈ ഡോർ നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എക്സ് ആക്സിസ് തന്നെയാണ് നിൽക്കുന്നത്. എക്സ് ആക്സിസ് തന്നെ നിൽക്കുമ്പോൾ അതിന് വേറൊരു ദൂരത്തിന്റെ ദൂരമില്ല, എക്സ് ആക്സിസ് തന്നെയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ തന്നെയാണ് വരുന്നത്. ഇത് എക്സ് ആക്സിസ് തന്നെയാണ് ഈ ഡോർ നിൽക്കുന്നത്. സോ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്, കാരണം എക്സ് ആക്സിസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നും ഒരു യൂണിറ്റ് മാറി ഇവിടെയാണ് ഡോർ നിൽക്കുന്നതെങ്കിൽ, ഇവിടെയാണ് നമ്മൾക്ക് ഈ ഒരു പോയിന്റിലാണ് ഡോർ നിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും അതിന്റെ യൂണിറ്റ്? എക്സ് ആക്സിസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ആണ് എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും വരിക? ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1 യൂണിറ്റ് ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അത് 1 യൂണിറ്റ് ആയി മാറും. ബട്ട് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഫിഗറിൽ എക്സ് ആക്സിസിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തായിരിക്കും അതിൽ എക്സ് ആക്സിസിൽ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ആൻസർ ബിക്കം 0. അപ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദ എക്സ് ആക്സിസ് ഈസ് 0. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് D1? D1ന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കോർഡിനേറ്റ്സ് അറിയാം. കോർഡിനേറ്റ്സ് മീൻസ് എക്സും വൈയും, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ്സുമാണ്. ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും, അതായത് അതിന്റെ പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ D1 എന്നുള്ള പോയിന്റാണ്, ഇവിടെയാണ് D1 എന്നുള്ള പോയിന്റ്. അങ്ങനെയെങ്കിൽ അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എക്സ് കോർഡിനേറ്റ്, ഈ ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലേക്കാണ്. ആ പോയിന്റ് എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുക. അതായത് ഇവിടെ പക്ഷേ എക്സ് ആക്സിസ് തന്നെയാണ് പോയിന്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എക്സ് ആക്സിസിൽ എവിടെയാണോ അതിൻ്റെ പൊസിഷൻ 8ലാണ്, 8 യൂണിറ്റിലാണ് അതിൻ്റെ പൊസിഷൻ നിൽക്കുന്നത്. സോ എക്സ് കോർഡിനേറ്റ്സ് മീൻസ് 8 ആണ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് വരുന്നത് 8 ആണ്. ദെൻ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഈ പോയിന്റിൽ നിന്നും വൈ ആക്സിസിലേക്ക്, ഇതാണ് വൈ ആക്സിസിലേക്ക് വരയ്ക്കുക. വൈ ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ എവിടെയാണ് എത്തിച്ചേരുന്നത്? 0, അതായത് ഒറിജിനിലാണ് എത്തിച്ചേരുന്നത്. ഒറിജിനിൽ എപ്പോഴും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 ആണ്. സോ 0യിലാണ് എത്തുന്നത്. സോ വൈ കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ആൻസർ വരുന്നത്? എക്സ് കോർഡിനേറ്റ് 8, വൈ കോർഡിനേറ്റ് 0. So second question answer, coordinate of D1 is equal to XY ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 8 ആണ്, പോസിറ്റീവ് നമ്പർ ആണ്. ദെൻ 0. ഇതാണ് കോർഡിനേറ്റ്സ് ഓഫ് D1 കിട്ടുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ,
ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് ഒരു ഡോറിൻ്റെ ഡിസ്റ്റൻസ്, ഈ ഒരു ഡോറിൽ നിന്നും വൈ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഒരു പോയിന്റിൽ നിന്നും വൈ ആക്സിസിലേക്കും എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമ്മൾക്ക് ആ ഡിസ്റ്റൻസും കോർഡിനേറ്റും തമ്മിൽ, അതായത് ആ ഒരു പോയിന്റിൻ്റെ പൊസിഷനും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് നോക്കാം. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്കിവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്താം. ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റുമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എക്സും വൈയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റുമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എന്താണ്? ഈ പോയിന്റിൽ നിന്നും എവിടേക്ക് വരയ്ക്കണം? എക്സ് ആക്സിസിലേക്ക് വരയ്ക്കണം. ഈ പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ 10 യൂണിറ്റ് ആണ് കിട്ടുന്നത്. എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ 10 യൂണിറ്റ് ആണ് കിട്ടുന്നത്. അതായത് എക്സ് കോർഡിനേറ്റ് 10ഉം ദെൻ വൈ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ വൈ ആക്സിസിലേക്ക് വരയ്ക്കുക. ആ പോയിന്റിൽ നിന്നും വൈ ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ ലഭിക്കുന്നത് 4 യൂണിറ്റ് ആണ്. 4 യൂണിറ്റ് ആണ്. അപ്പോൾ 10ഉം 4ഉമാണ് ലഭിക്കുന്നത്. എക്സ് വൈ ഈസ് 10 ആൻഡ് 4 ആണ്. 10 ആൻഡ് 4 ആണ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വരുന്നത്. പോയിന്റിനെ ഡി എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഡിയിൽ നിന്ന് ഈ വൈ ആക്സിസിൽ നിന്നും ഡി എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്നും എത്ര യൂണിറ്റ് വേണം ഈ ഒരു പോയിന്റിൽ എത്താമെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എത്രയായിരിക്കും? ഇത് 0 ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇവിടെ വൈ ആക്സിസ് എന്ന് പറയുന്നത് 0 യൂണിറ്റ്. 0 യൂണിറ്റിലാണ് ഇവിടെ വരുന്നത്. 0 ആണ് വരുന്നത്. Then 1 unit, 2 unit, 3, 4, 5, 6, 7, 8, 9, 10. ഇത്രയും ഈ 0യിൽ നിന്നും ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ഡിസ്റ്റൻസ് വരുന്നത് 10 ആണ് വരുന്നത്. 10 യൂണിറ്റ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ 10 യൂണിറ്റ് ഡിസ്റ്റൻസ് വരുമ്പോൾ ഏത് കോർഡിനേറ്റ് ആണ് അത് വരുന്നത്? എക്സ് കോർഡിനേറ്റ് ആണ്. നമ്മൾക്ക് ഇവിടെ 10 യൂണിറ്റ് കിട്ടിയത്. എക്സ് കോർഡിനേറ്റ് ആണ് 10 യൂണിറ്റ് വരുന്നത്. അപ്പോൾ വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം വൈ ആക്സിസ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് ആക്സിസ്, അതായത് എക്സ് കോർഡിനേറ്റ് എത്രയാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ 10 ആണ് എക്സ് കോർഡിനേറ്റ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ നിന്നും ഈ ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും? എക്സ് ആക്സിസിൽ നിന്നും ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വൈ കോർഡിനേറ്റ് ആയിരിക്കും. കാരണം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ 0 ആയിട്ടാണ്. ഈ 0 യൂണിറ്റ് ആണ് ആദ്യം എക്സ് ആക്സിസിൽ വരുന്നത്. ദെൻ 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ്. എത്രയായിരിക്കും? 4 ആയിരിക്കും. അതായത് ഡിസ്റ്റൻസ് 4 ആണ് വരുന്നത്. സോ ഡിസ്റ്റൻസ് ഫ്രം x axis is y coordinate എത്രയാണ് വരുന്നത്? 4 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. y coordinate 4 ആണ്. ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് നോക്കുന്നത്. ഡിസ്റ്റൻസ് കോർഡിനേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ എക്സ് ആക്സിസിലേക്ക് വരച്ചു നോക്കുക. അപ്പോൾ കിട്ടുന്ന യൂണിറ്റ് ആയിരിക്കും. വൈ കോർഡിനേറ്റ് ആണെങ്കിൽ വൈ ആക്സിസിലേക്ക്. ബട്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. വൈ ആക്സിസിൽ നിന്നാണ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ അത് എക്സ് കോർഡിനേറ്റും, എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ വൈ കോർഡിനേറ്റും ആയിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, if R1 is the point 11.5, 0, how wide is the door?
Do you think this is a comfortable width for the room door? If a person in a wheelchair want to enter the room, will he or she be able to do so easily? ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് R1 എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ട്, അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തന്നിട്ടുണ്ട്. ഇവിടെ D1 R1 എന്താണെന്ന് നമ്മൾക്ക് നേരത്തെ നോക്കിയായിരുന്നു. ഇവിടെ D1 R1 എന്നത് D1ഉം R1ഉം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോറാണ്, ഡോറിന്റെ വിഡ്ത്താണ്. D1 മുതൽ R1 വരെയാണ് ഡോറിന്റെ വിഡ്ത്തായിട്ട് തന്നിട്ടുള്ളത്. D1 ഒരു കോർണറും അതുപോലെ തന്നെ അവിടുന്ന് R1ലേക്കുള്ള ആ ഒരു D1 മുതൽ R1ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഡോറിന്റെ വിഡ്ത്തായിട്ട് വരുന്നത്. സോ D1 നമ്മൾ കണ്ടുപിടിച്ചു. D1ന്റെ കോർഡിനേറ്റ്സ് 8ഉം 0 ആണ്, 8 and 0 ആണ്. അത് ഓൾറെഡി കണ്ടുപിടിച്ചു. സോ R1 11.5 and 0 ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് വിഡ്ത്ത്, ഡോറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് അതെങ്ങനെ കണ്ടുപിടിക്കാം? പോയിന്റ് 8ൽ നിന്നും യൂണിറ്റ് 8ൽ നിന്നും യൂണിറ്റ് 9ലേക്ക് 1 യൂണിറ്റ് ആണ് വരുന്നത്. ഈ രീതിയിൽ തന്നെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് മൈനസ് ചെയ്തിട്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം. സോ ഇവിടെ 8ൽ നിന്ന് 9ലേക്ക് 1 യൂണിറ്റ്, ദെൻ 10ലേക്ക് 2 യൂണിറ്റ്, 11ലേക്ക് 3 യൂണിറ്റ്, ആൻഡ് 11ന്റെയും 12ന്റെയും സെന്റർ ഹാഫ് ആയിട്ടാണ് ഇത് വരുന്നത്, R1 വരുന്നത്. അപ്പോൾ ഈ ഒരു ഹാഫും ഇവിടുന്ന് ഇവിടേക്കുള്ള 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ് ആൻഡ് ഹാഫ്. അപ്പോൾ 3.5 യൂണിറ്റ് ആണ് വരുന്നത്. 3.5 യൂണിറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡോറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 ആണ്. Width of the door is equal to 3.5 feet. ഇത് അവിടെ നിന്ന് കൗണ്ട് ചെയ്തിട്ടാണ് കിട്ടിയത്. ഒന്നുകിൽ ആ രീതിയിൽ ചെയ്യാം, അല്ല എങ്കിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടും കാൽക്കുലേഷൻ ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ D1ന്റെ കോർഡിനേറ്റ് 8 ആണ് വരുന്നത്. അതുപോലെ R1 D1ന്റെ കോർഡിനേറ്റ് 0 ആണ്. അതുപോലെ R1ന്റെ കോർഡിനേറ്റ് 11.5 and 0 ആണ്. ഇവിടെ y കോർഡിനേറ്റ്സ് രണ്ടും 0 ആണ്, അതുകൊണ്ട് തന്നെ അവിടെ 0 ആയിട്ട് അത് ക്യാൻസൽ ആയി പോകും. പിന്നെ 8 ഇവിടെ എക്സ് ആക്സിസിന്റെ ആവശ്യമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് കോർഡിനേറ്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ 11.5 minus 8, 11.5 minus 8 3.5 ആണ്. സോ 3.5 ഫീറ്റ്. ഇങ്ങനെ രണ്ട് രീതിയിലും ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡിസ്റ്റൻസ് വരുന്നത് 3.5 ഫീറ്റ്. നോട്ട് ഡിസ്റ്റൻസ്, ദ വിഡ്ത്ത് ഓഫ് ദ ഡോർ. വിഡ്ത്ത് ഓഫ് ദ ഡോർ 3.5 യൂണിറ്റ്. ഇതിന്റെ കൂടെ വരുന്ന ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ഈസ് എ കംഫർട്ടബിൾ വിഡ്ത്ത് ഫോർ ദ റൂം ഡോർ? ഇത് ഒരു റൂമിന്റെ ഡോറിന് കംഫർട്ട് ആണോ എന്നാണ് ചോദിച്ചത്. ഒരു സാധാരണയായി ഒരു റൂമിന്റെ ഡോറിന് കംഫർട്ട് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ മിനിമം ഡോറായിട്ട് 2.5 ഫീറ്റിലധികമാണ് മിനിമം ആയിട്ട് ഒരു ഡോറ് കണക്കാക്കുന്നത്, മിനിമം ഡോറിന്റെ വിഡ്ത്തായിട്ട് കണക്കാക്കുന്നത്. സോ ഇവിടെ നമുക്ക് 3.5 ഫീറ്റ് ഉണ്ട്. സോ 2.5 ഫീറ്റ് നമുക്ക് മിനിമം ആയിട്ട് എടുക്കുമ്പോൾ തന്നെ 3.5 ഫീറ്റ് ആണ് ഇവിടുത്തെ വിഡ്ത്തായിട്ട് വരുന്നത്. സോ ഇത് കംഫർട്ടാണ് നമ്മൾക്ക് ആ ഒരു ഡോറിന്റെ ഇത് വിഡ്ത്ത് കുഴപ്പമില്ലാത്ത വിഡ്ത്ത് തന്നെ ഈ ഒരു ഡോറിനുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇഫ് എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ വാണ്ട് ടു എൻറ്റർ ദ റൂം വിൽ ഹി ഓർ ഷീ ഏബിൾ ടു ഡു ഈസിലി? അതായത് ഒരു വീൽ ചെയർ, നമ്മൾക്ക് ഒരു വീൽ ചെയർ ഈ ഡോറിലൂടെ കടത്തി വിടുകയാണെങ്കിൽ, അതായത് ഒരു വീൽ ചെയർ ഈ ഡോറിലൂടെ കടന്നു പോകാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്.
ഒരു വീൽ ചെയറിൻ്റെ വിടുത്ത് ഒരാൾ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. ബട്ട് മിനിമം ഒരു വീൽ ചെയറിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് 2 ഫീറ്റ് അതിലധികം, അതോ 2 ഫീറ്റ് ആയിരിക്കും, അതിൽ കൂടുതലോ ആവാം. സോ ഇവിടെ 3.5 ഫീറ്റ് ഉണ്ട് ഡോറിൻ്റെ വിടുത്തായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വീൽ ചെയർ ഈസി ആയിട്ട് നമ്മൾക്ക് കടത്തിവിടാൻ പറ്റും ഈ ഒരു ഡോറിലൂടെ. ഇത്രയുമാണ് തേർഡ് ക്വസ്റ്റ്യനിൽ വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, if B1 015 and B2 04 represent the ends of the bathroom door, is the bathroom door narrower or wider than the room door? B1ന്റെ കോർഡിനേറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 0. B1 is equal to 0, 1.5, 0 and 1.5. B2 0, 4. B2 is 0 and 4. ഇവിടെ ഈ രണ്ട് പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇവിടെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. ബിക്കോസ് വൈ ആക്സിസിൽ ആണ് പോയിന്റ് വരുന്നതെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് ആക്സിസിലാണ് വരുന്നതെങ്കിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ ഇവിടെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ ഇത് വൈ കോർഡിനേറ്റ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. സോ B1 ആൻഡ് B2 എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെന്റ് ദ ബാത്റൂം ഡോർ ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ B1 മുതൽ B2ലേക്കുള്ള ഈ ഒരു ലെങ്ത്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത് ആയി വരുന്നത്? ഡോറിന്റെ വിഡ്ത്തായിട്ട് വരുന്നത്, ബാത്റൂം ഡോറിന്റെ വിഡ്ത്തായിട്ട് വരുന്നത് B1 B2 ആണ്. B1 മുതൽ B2 വരെയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ബാത്റൂം ഡോറിന്റെ വിഡ്ത്തായിട്ട് വരുന്നത്. സോ ഇവിടെ ബാത്റൂം ഡോറിന്റെ വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഈ ബാത്റൂം ഡോറിന്റെ വിഡ്ത്തും റൂം ഡോറിന്റെ വിഡ്ത്തും ഏതാണ് ചെറുത്, ഏതാണ് വലുത്, ഏതാണ് നാരോവർ, ഏതാണ് വൈഡർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം അതിനെ? റൂം ഡോർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 3.5 ഫീറ്റ് ആണ് റൂം ഡോർ. എന്ത് കണ്ടുപിടിക്കണം? ബാത്റൂം ഡോറിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കണം. ബാത്റൂം ഡോറ് ഇവിടെ B2 നിന്ന് ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് കിട്ടും. B2 മുതൽ B1ലേക്കുള്ള ദൂരം ഇവിടുന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഡിസ്റ്റൻസ് ഇവിടുന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും. സോ B2 മുതൽ 4 മുതൽ 3ലേക്ക് 1 യൂണിറ്റ് ആണ് വരുന്നത്. 3 മുതൽ 2ലേക്ക് 2 യൂണിറ്റ് ആണ് വരുന്നത്. ദെൻ 2ൽ നിന്നും B1ലേക്ക് ഹാഫ് ആണ് വരുന്നത്. അപ്പോൾ എത്ര വന്നു? 2.5 ഫീറ്റ് വന്നു. 2.5 ഫീറ്റ് ആണ് ബാത്റൂം ഡോറിന്റെ വിഡ്ത്ത് വരുന്നത്. അതായത് B1 എന്നുള്ളത് 1ന്റെയും 2ന്റെയും, അതായത് 1 യൂണിറ്റിന്റെ ഹാഫ് ആണ്. രണ്ടിന്റെയും സെന്ററിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹാഫ് ആണ് വരുന്നത്. ദെൻ ഈ ഒരു ഹാഫും 2ൽ നിന്ന് 3ലേക്ക് 1 യൂണിറ്റും 3ൽ നിന്നും 4ലേക്ക് 1 യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ 2.5 യൂണിറ്റ് ആണ് ഈ ഒരു ഡിസ്റ്റൻസ് ബാത്റൂം ഡോറിന്റെ വിഡ്ത്തായിട്ട് വരുന്നത്, 2.5 ഫീറ്റ്. ഇവിടെ റൂമിന്റെ ഡോറിൻ്റെത് 3.5 ഫീറ്റ്. അപ്പോൾ ഏതാണ് വൈഡർ ആയിട്ട് വരുന്നത്? റൂം ഡോറിന്റെ ഡിസ്റ്റൻസ് തന്നെയാണ് വൈഡർ ആയിട്ട് വരുന്നത്. ബാത്റൂം ഡോറിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒന്നുകിൽ ആ രീതിയിൽ കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. എക്സ് കോർഡിനേറ്റ് അവിടെ 0 ആണ് വരുന്നത്. എക്സ് കോർഡിനേറ്റ് 0 ആണ് വരുന്നത്. ഒന്ന് B2 0 ആൻഡ് 4 ആണ് വരുന്നത്. B1 0 1.5 B1 വരുന്നത്. സോ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് 0യും 0 മൈനസ് ആയിട്ട് 0 മൈനസ് 0 is 0. സോ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് മാത്രമേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. 4 minus 1.5, that is 2.5 feet. 2.5 ഫീറ്റ് ആണ് ബാത്റൂം ഡോർ. അപ്പോൾ ഏതായിരുന്നു വലുത്?
റൂം ടോർ തന്നെയാണ് വൈഡറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു എക്സസൈസ് 1.1-ലെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമ്മൾ കണ്ടെത്തിയത്. സോ നെക്സ്റ്റ് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ലൈക്ക് ചെയ്യണം, ദെൻ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത എക്സസൈസുമായിട്ട് വരാം. താങ്ക് യു.